എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഓട്ടോമൊബൈൽ വേൾഡിൽ നടന്ന കുറച്ചേറെ ന്യൂസിനെ പറ്റിയായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴത്തെ പോലെ KTM ന്യൂസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. KTMന്റെ ഡ്യൂക്ക് 390 ക്രൂസ് കൺട്രോൾ വന്ന ഒരു മോഡൽ വന്നിട്ടുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വില എത്രയാണെന്ന് പറഞ്ഞില്ലായിരുന്നല്ലോ. അതിൻ്റെ വില ഇപ്പോഴും പഴയ വില തന്നെയാണ് വരുന്നത്. അതായത് ഒരു 2,95,000 രൂപയ്ക്കാണ് ഈ ക്രൂസ് കൺട്രോൾ വരുന്ന ഡ്യൂക്ക് 390 ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത്. പിന്നെ നോക്കുമ്പോൾ ഡുക്കാട്ടിൻ്റെ സൈഡിൽ നിന്ന് ഡുക്കാട്ടിയുടെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ബൈക്ക് വന്നിട്ടുണ്ട്. അതായത് ഡുക്കാട്ടി സ്ക്രാപ്പിൽ ഐക്കൺ ഡാർക്ക് എന്ന് പറഞ്ഞ ബൈക്കാണ് ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു 9,97,000 രൂപയ്ക്കാണ് ഈ ഒരു ബൈക്കിൻ്റെ വില വരുന്നത്. ഫീച്ചേഴ്സ് നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഈ ഐക്കൺ ഡാർക്ക് എന്ന് പറഞ്ഞ എഡിഷൻ പോലെ ആയതുകൊണ്ട് തന്നെ. പിന്നെ എൻജിൻ സൈഡ് നോക്കുമ്പോൾ ഒരു 803cc ട്വിൻ സിലിണ്ടർ L2 ആയിട്ടുള്ള എൻജിനാണ്. ഒരു എയർ പ്ലസ് ഓയിൽ കൂൾഡ് ആയിട്ടുള്ള കൂളിംഗ് ടൈപ്പ് മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 73 bhp ഒരു 65 Nm ഓഫ് ടോർക്കുമാണ് ഈ ഒരു എൻജിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ഡുക്കാട്ടിയുടെ സ്ക്രാപ്ലാൻഡ് ന്യൂസ്. പിന്നെ നോക്കുമ്പോൾ മഹീന്ദ്രയുടെ സൈഡിൽ നിന്ന് മഹീന്ദ്രയുടെ XUV 700 എന്ന കാറിൻ്റെ ഒരു എബോണി എഡിഷനും വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ തന്നെ പെട്രോൾ ആൻഡ് ഡീസൽ വേർഷനിൽ തന്നെ ഓട്ടോമാറ്റിക് മാനുവലിൽ അവൈലബിൾ ആണ്. പക്ഷെ അവരുടെ തന്നെ ഓൾ വീൽ ഡ്രൈവിൽ അവൈലബിൾ ആയിരിക്കില്ല ഈ ഒരു എബോണി എഡിഷൻ. പിന്നെ വില വരുന്നത് ഒരു 19,65,000 രൂപയ്ക്കാണ് ഈ ഒരു എബോണി എഡിഷന് വരുന്നത് കേട്ടോ. ലുക്ക് വൈസ് നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റേണൽ തിങ്സ് ലൈക്ക് പെയിൻറ്റ്, ബമ്പർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇൻറ്റേർണലിയും ഒരു കംപ്ലീറ്റ് ബ്ലാക്ക് ലെതർ സെറ്റപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാണാൻ മുകളിലേക്ക് ഒരു ബാറ്റ്മാൻ സെറ്റപ്പ് പോലെയൊക്കെയാണ് ഈ ഒരു എബോണി എഡിഷൻ വരുന്നത്. പിന്നെ നോക്കുമ്പോൾ പിന്നെ പറയാവുന്നതാണ് നമുക്ക് പ്രൈസ് ഇൻക്രീസ് വന്നിട്ടുണ്ട് കാർസിൻ്റെയൊക്കെ. ലൈക്ക് മാരുതി, അതേപോലെ തന്നെ ടാറ്റ, ഹ്യൂണ്ടായി, പിന്നെ കിയയും അവരുടെ കാർസിൻ്റെയൊക്കെ പ്രൈസ് ഏപ്രിലോടെ ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഒരു 2% തൊട്ട് ഒരു 4% വരെ ആയിരിക്കും ഈ ഒരു കാറിനൊക്കെ പ്രൈസ് ഇൻക്രീസ് വരുന്നത്. ഓൾറെഡി ജാനുവരിയിൽ അവർ പ്രൈസ് ഇൻക്രീസ് ചെയ്തതായിരുന്നു. എന്നാൽ കൂടി ഏപ്രിലിൽ അടുത്ത ഒരു പ്രൈസ് ഇൻക്രീസ് വരെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാറൊക്കെ ബുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ മാക്സിമം ഈ മാസം തന്നെ ബുക്ക് ചെയ്യാവുന്നതായിരിക്കും. അല്ലെങ്കിൽ അടുത്ത മാസം വീണ്ടും ഒരു 4% എക്സ്ട്രാ ഒരു പ്രൈസ് കൊടുക്കേണ്ടി വരും. പിന്നെ നോക്കുമ്പോൾ ഹോണ്ടയുടെ സൈഡിൽ നിന്ന് ഹോണ്ടയുടെ ഷൈൻ 100 എന്ന് പറഞ്ഞ ബൈക്ക് ഇന്ത്യയിലോട്ട് ലോഞ്ച് ആയിട്ടുണ്ട്. ഒരു 68,767 രൂപയാണ് ഈ ഒരു ഹോണ്ടയുടെ ഷൈൻ 100ൻ്റെ പ്രൈസ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെ വ്യത്യാസം എന്ന് നോക്കുമ്പോൾ ഡിസൈൻ വൈസ് ഒക്കെ കുറച്ച് വ്യത്യാസം, സ്റ്റിക്കർ വൈസ് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ ഒരു OBD 2B കോംപ്ലൈൻ്റ് ആയിട്ടുള്ള എൻജിൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ ബൈക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് ചേഞ്ചസ് അവർ കൊണ്ടുവന്നിട്ടുള്ളൂ ഈ ഒരു ഷൈൻ 100-ലോട്ട്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ന്യൂസ് തന്നെയുണ്ട്. BYD എന്ന ബ്രാൻഡ് ഒരു 1000 kW ഒരു ചാർജിങ് സ്പീഡാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അവരുടെ തന്നെ സൂപ്പർ ഹീറ്റ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ കാറിലോട്ടാണ് ഈ 1000 kW ചാർജിങ് സ്പീഡ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു 1000 kW ചാർജിങ് സ്പീഡ് കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റിൽ 400 കിലോമീറ്റർ റേഞ്ച് വരെ പോകാൻ സാധിക്കുന്ന രീതിയിൽ നമുക്ക് കാറൊക്കെ ചാർജ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി വേറൊരു സംഭവം കൂടെ പറഞ്ഞുതരാം. ഈ ഒരു കാറിൻ്റെ പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഒരു 778 bhp ഒരു 5,500 Nm ഓഫ് ടോർക്കുമാണ്. യെസ്, കേട്ടത് കറക്റ്റാണ്. ഒരു 5,500 Nm ഓഫ് ടോർക്ക്. ഈവൻ സൂപ്പർ കാർസ് പോയിട്ട് ഹൈപ്പർ കാറിൽ പോലും ഈ ഒരു പവർ ഫിഗേഴ്സ് കിട്ടുന്നില്ല കേട്ടോ. ഒരു 5,500 Nm ഓഫ് ടോർക്ക്, അതൊരു ഭീകര പവർ ഫിഗേഴ്സ് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ കാറിന് 0 to 100 ഒക്കെ ഒരു ലെസ് ദാൻ 2 സെക്കൻഡ്സിലും ഒരു 300 km ഒക്കെ ടോപ്പ് സ്പീഡും കിട്ടുന്നതാണ്. പിന്നെ ഈ കാറിന് ഈ സ്പീഡ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്, ഈ ഒരു പവർ ഫിഗേഴ്സ് ഒക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത് അതിൻ്റെ പുതുതായിട്ട് കൊണ്ടുവന്ന ഒരു മോട്ടർ കൊണ്ടാണ്. ഒരു 30,000 RPM വരെ റിവോൾവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മോട്ടോ. പിന്നെ ഈ ഒരു ചാർജിങ് സ്പീഡ് കൊണ്ടുവരാൻ സാധിച്ചത് അവരുടെ ഏറ്റവും പുതുതായിട്ടുള്ള സിലിക്കൺ കാർബൈഡ് EV ആർക്കിടെക്റ്റാണ്. അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു 1000 kW ഒരു ചാർജിങ് സ്പീഡ് കൊണ്ടുവരാൻ സാധിച്ചത്. ചൈനയിൽ വെച്ചായിരുന്നു ഈ ഒരു റിവ്യൂലൊക്കെ നടന്നത്. എന്തായാലും ഇന്ത്യയിലോട്ടൊക്കെ വരട്ടെ, അപ്പോൾ നമുക്കറിയാം. എന്തായാലും ഇതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ചാർജിങ് സ്റ്റേഷൻസൊക്കെ വേണ്ടി വരും. ചൈനയിൽ മാത്രമായിട്ട് ഓൾമോസ്റ്റ് ഒരു 4,000 ചാർജിങ് സ്റ്റേഷനാണ് ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് കൊണ്ടുവരുന്നതാണ് ചൈന BYD ക്ലെയിം ചെയ്തത്. പിന്നെ സിമ്പിൾ എന്ന ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ കമ്പനി അവരുടെ പുതിയൊരു സ്കൂട്ടർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. Simple 1S എന്ന് പറഞ്ഞാണ് ഈ സ്കൂട്ടറിന് നെയിം ചെയ്തേക്കുന്നത്. ഒരു 3.7 kWh ബാറ്ററിയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒരു 181 കിലോമീറ്റർ റേഞ്ചൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്ന രീതിയിൽ ഈ ബൈക്ക് ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ പ്രൈസ് വരുന്നത് 1,40,000 രൂപയാണ്. പിന്നെ പറയാൻ സാധിക്കുന്നതിലേക്ക് ഒരു 100 കിലോമീറ്റർ പ്ലസ് ടോപ്പ് സ്പീഡൊക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു 4 കളർ ഓപ്ഷൻസിലൊക്കെ അവൈലബിൾ ആണ്.
പിന്നെ ഒരു 7-inch കളർഫുൾ ടച്ച് സ്ക്രീനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ റൈഡിംഗ് മോഡ്സ് അവൈലബിൾ ആണ്. എന്നിങ്ങനെ കുറേയേറെ ഫീച്ചേഴ്സ് ആയിട്ടുള്ളൊരു ഫീച്ചർ എൻറിച്ച് ആയിട്ടുള്ളൊരു സ്കൂട്ടറായിരിക്കും നമ്മുടെ സിമ്പിൾ എന്ന ബ്രാൻഡിൻ്റെ 1S എന്ന സ്കൂട്ടർ. പിന്നെ ജീപ്പ് കോമ്പസ് എന്ന കാറിൽ ഒരു സാൻഡ്സ്റ്റോം എഡിഷൻ എന്ന പുതിയൊരു എഡിഷൻ വന്നിട്ടുണ്ട്. ഒരു 19,49,000 രൂപയ്ക്കാണ് ഈ ഒരു പുതിയൊരു സാൻഡ്സ്റ്റോം എഡിഷൻ വരുന്നത്. ഇൻറ്റേർണലി അതേപോലെ തന്നെ എക്സ്റ്റേർണലി കുറച്ചേറെ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻറ്റേർണലി നോക്കുമ്പോൾ പുതിയൊരു സീറ്റ് കവേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഫ്ലോർ മാറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റേർണലി ഈ സാൻഡ്സ്റ്റോം എഡിഷന് പ്രത്യേക തരമായിട്ടുള്ള സ്റ്റിക്കർ വൈസ് അതേപോലെ ബാഡ്ജിങ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നിങ്ങനെ കുറേയേറെ ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എപ്പോഴത്തെ പോലെ ഇന്നത്തെ ന്യൂസ് ഒരു ഹാപ്പി ന്യൂസിലൂടെ വൈൻഡ് അപ്പ് ചെയ്യാം. മെയ്ബാക്ക് SL 680 മോണോഗ്രാം എന്ന കാറ് ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. ലക്ഷറിയുടെ തന്നെ അങ്ങ് ഏറ്റവും ലൈനപ്പിലാണ് നിൽക്കുന്നത് നമ്മുടെ മെയ്ബാക്കിൻ്റെ SL 680. അതിൻ്റെ മോണോഗ്രാം എഡിഷനാണ് ഇന്ത്യയിലൂടെ ലോഞ്ച് ആയിരിക്കുന്നത്. ഒരു 4,20,00,000 രൂപയ്ക്കാണ് ഈ ഒരു കാർ പ്രൈസ് ചെയ്തേക്കുന്നത്. എന്ന് വെച്ച് എല്ലാവർക്കും പോയി വാങ്ങിക്കാനൊന്നും പറ്റില്ല. ബിക്കോസ് ഒരു 3 യൂണിറ്റ്സ് മാത്രമാണ് ഇന്ത്യയിലോട്ട് മാത്രം കൊണ്ടുവരുന്നത്. എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റി നോക്കുമ്പോൾ കംപ്ലീറ്റ് ചേഞ്ചസ് പഴയ വേർഷനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ബമ്പർ വൈസ് ചേഞ്ച് വന്നിട്ടുണ്ട്. പുതിയ ഗ്രില്ലൊക്കെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ മെയ്ബാക്ക് സ്പെഷ്യലായിട്ടുള്ള വീൽ കവേഴ്സാണ് കാണുന്നത്. പിന്നെ ഹെഡ്ലൈറ്റ്സിലായിട്ട് റോസ് ഗോൾഡിൻ്റെ എലമെൻറ്റ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇൻറ്റേർണലി നമുക്ക് നോക്കുമ്പോൾ വെൻറ്റിലേറ്റഡ് സീറ്റ്സ് ആണ് വരുന്നത്. ഹീറ്റഡ് ആൻഡ് കൂളിംഗ് അവൈലബിൾ ആകുന്ന സീറ്റ്സ് ആയിരിക്കും. പിന്നെ എന്തോ പറയണ്ടേ, ഡ്രൈവർ അസിസ്റ്റൻസ് കാണും, അഡാപ്റ്റബിൾ സസ്പെൻഷൻ എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. എൻജിൻ സൈഡ് നോക്കുമ്പോൾ ഒരു ട്വിൻ ടർബോ V8 എഞ്ചിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 577 bhpയും ഒരു 800 Nm ഓഫ് ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ഒരു എഞ്ചിൻ്റെ പെർഫോമൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ഈ ആഴ്ചത്തെ ന്യൂസ്. ഏതെങ്കിലും ന്യൂസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് ആണെങ്കിൽ. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ഗൈസ് ഈ ആഴ്ചത്തെ വീഡിയോ. സിഗ്നൽ വീണിട്ടുണ്ട്. സോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ ബൈ.